ആർ രഘുഗോപന്റെ കഥയാണ്. നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ കഥയുടെ മറ്റൊരു ആവിഷ്കാരമാണ്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ എടുത്തിരിക്കുന്ന മറ്റൊരു ആവിഷ്കാരമാണ്. നല്ല പ്രകടനമാണ്. അടിപൊളി ബേസിലെ പെർഫോമൻസ് ബേസിൽ ഏറ്റവും വെടിക്കെട്ട പെർഫോമൻസ് വന്നിരിക്കുന്നത്. പടം പിടിക്കട്ടെ, സജിനൊക്കെ മിഡിൽ ലെവലിൽ അടിപൊളി പടമായിരുന്നു. നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ പടം. എന്തായെങ്കിൽ പോലും എന്തായെങ്കിൽ പോലും ഇത് തുടക്കം പോലെ ഇത്ര ഭയങ്കര പറഞ്ഞിട്ടില്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടോന്നേ ഉള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഫാമിലിക്കും എല്ലാ ആളുകൾക്കും ആളുകൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭയങ്കര സീരിയസ് എന്നുള്ള രീതിക്കല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്ന സിനിമ. എനിക്ക് ഇതുവരെ ബേസിൽ പെർഫോം ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ്. അതേപോലെ മരിയാനോ, സജിന്റെ ആയാലും ആനന്ദിന്റെ ആയാലും, ആനന്ദിന് ഇതിലാണ് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഇത്രയും നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാവരും ബാക്കി ആർട്ടിസ്റ്റ് എല്ലാവരും, ദീപക്കായാലും ഇല്ല, ലൂസിയമ്മയായിട്ട് ചെയ്ത ജയചേച്ചി ആയാലും ഇല്ല, എൻ്റെ അമ്മയായിട്ട് ചെയ്ത സന്ധി ചേച്ചി ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും അതിന്റെ മേക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി സ്ത്രീയാണ് തന്നെ. ഞാനിതിൽ മെസ്സേജ് സ്ത്രീയാണ് തന്നെ. അപ്പം അതിന്റെ എല്ലാ കൊണ്ടും ഒരു ആ ലെവലിൽ തന്നെ എടുത്തൊരു പടം. സിനിമ കാണുന്നതിന് മുമ്പേ നമ്മൾ ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കുന്നത് എല്ലാവരെയും ആകർഷിച്ചവരോടാണ്. ഇപ്പം ആവേശത്തിലാമ്പാടും തുടർച്ചയായ വിജയ ചിത്രങ്ങളോടെയുള്ള ബേസിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടാണ്. അതെന്ത് ഫീൽ ചെയ്തു? കോമഡിന്ന് മാറി സീരിയസ് ക്യാരക്ടർ ആയപ്പോൾ എന്താ ഫീൽ ചെയ്തു? പൊളിയായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും? വന്നു പോയിട്ടില്ല. എല്ലാവർക്കും ഞങ്ങളുടേതായിട്ട് സ്പേസ് തന്നിട്ടുണ്ട്. ജ്യോതിഷനോട് ഭയങ്കര നന്ദിയുണ്ട്. സാറിന് ഫസ്റ്റ് പടമാണ്. ഞങ്ങളൊക്കെ പോലുള്ള കുറെ ആൾക്കാർക്ക് കൊമേഴ്ഷ്യൽ മൂവി ഇത്രയും നല്ല ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു പടത്തിൽ കാണാമെന്നുള്ളത് എനിക്ക് സന്തോഷം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അതുകൊണ്ട് ഭയങ്കര ആഴ്ചയുടെ വന്ന് കണ്ടത് നല്ല പടം കഴിഞ്ഞാലും നല്ല നല്ലൊരു പടം. കുറെ നാൾ നല്ലൊരു കഥ പറ്റിയ നാലഞ്ച് ചെറുപ്പക്കാർ നോവലിനെ ബേസ് ചെയ്താണ് ഈ സിനിമ വന്നേക്കുന്നത്. അത് സിനിമ ആ നോവലിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്, സിനിമാറ്റിക്കായിട്ട് മാറ്റം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലിയായിട്ട് ധൈര്യത്തോടെ നമുക്ക് ടിക്കറ്റ് കാണാൻ പറ്റും. നല്ല പടം എല്ലാം മിക്സ് ഉണ്ട്, ഇമോഷണൽ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല അഭിനയം. സജിനോ എല്ലാവരും രക്ഷയില്ല, കാണുന്ന പടം.